Hi dears, welcome to my channel Rhythm of Love. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് എപ്പിസോഡായിട്ടാണ്. എന്താണ് സർപ്രൈസ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ ഇന്ന് സർപ്രൈസ് ആക്കാൻ പോണത് നമ്മുടെ കുട്ടികളെയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പോണു. അക്വേറിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒന്നാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാനായിട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലൊരു ജീവിനെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വളരെ വലുത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സർപ്രൈസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോണത്. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ചെലവുകളും അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാണുക. നമ്മുടെ കുട്ടികള് പ്രകൃതിയെ അറിഞ്ഞു വളരട്ടെ, പ്രകൃതിയെ സ്നേഹിച്ചു വളരട്ടെ. അതിനുവേണ്ടി നമുക്ക് അവർക്കായിട്ട് ഈ സർപ്രൈസ് ഒരുക്കാം. കാണുക. അപ്പൊ നമ്മുടെ അക്വേറിയം നമ്മള് താഴെ വെച്ച് നമ്മള് സീനറിയൊക്കെ അതിനകത്ത് ഫിക്സ് ചെയ്തു. ഇപ്പൊ ഈ അക്വേറിയത്തിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ 600 രൂപ കൊടുത്തിട്ടാണ് ഈ 2 അടി അക്വേറിയം വാങ്ങിച്ചത്. സീനറിക്ക് 2 അടി സീനറി നമ്മൾ വാങ്ങിച്ചപ്പോൾ അതിനൊരു 50 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ വയ്ക്കാനായിട്ട് നമ്മളിത് ഒരു യെല്ലോ കളർ നല്ല ഭംഗിയുള്ളൊരു മേൽക്കൂരയാണ് വാങ്ങിച്ചേക്കുന്നത്. അതിനൊരു 400 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്കത് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് തന്നെ ആരുടെയും സഹായം ഇല്ലാണ്ട് നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. ഇപ്പം നമ്മൾ അക്വേറിയം വെക്കാനായിട്ട് നമ്മളൊരു സ്റ്റാൻഡ് നമ്മൾ അടിക്കാൻ കൊടുത്തു. അപ്പോൾ അടിക്കാൻ കൊടുത്തിട്ട് അതിനൊരു 600 രൂപയായിട്ടുണ്ട് ആ സ്റ്റാൻഡ് അടിച്ചെടുത്തതിന്. കറക്റ്റ് ഈ 2 അടി ഉള്ള അക്വേറിയം വെക്കാൻ പറ്റിയ കറക്റ്റ് ഒരു സ്റ്റാൻഡ്, അതിന് നമുക്കൊരു 600 രൂപ ചിലവായിട്ടുണ്ട്. പിന്നെ നമ്മൾ അക്വേറിയത്തിൽ ഇടാനായിട്ട് നമ്മൾ കല്ല് വേണ്ട, താഴെ ഇടാൻ കല്ല് വേണ്ട. അപ്പോൾ നമ്മളൊരു 20 രൂപ കിലോ കൊടുത്തിട്ട് ഇതുപോലത്തെ കല്ലാണ് വാങ്ങിച്ചേക്കണേ. വാങ്ങിച്ചത് കണ്ടോ, ഇതുപോലത്തെ അധികം വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കല്ല് നമ്മൾ താഴെ ഇട്ട് കൊടുക്കും. നമ്മളൊരു 5 കിലോയാണ് അതിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് അതിനേക്കാളും കുറച്ചുകൂടെ നല്ല വലിപ്പമുള്ള കുറച്ച് കല്ല് വാങ്ങിച്ചു. അത് 1 കിലോന് 50 രൂപയാണ്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇനി ഫിഷിനെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അതിനകത്ത് ലൈറ്റ് സെറ്റിങ് വേണമല്ലോ. നമുക്ക് നൈറ്റൊക്കെ ലൈറ്റ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 മീറ്ററിൻ്റെ LED സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഫിഷ് ടാങ്ക് വാങ്ങിക്കാനെടുത്ത് നമ്മൾ ലൈറ്റിന് വില ചോദിച്ചപ്പോൾ അതിനൊരു 300 രൂപയോളം വരും. അത് ഇങ്ങനെ വെറൈറ്റിയാണ്, കളർഫുള്ളാണ്. അപ്പോൾ നമ്മളോർത്ത് വൈറ്റ് തന്നെ വാങ്ങാമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ കൂടെ അതിൻ്റെ പ്ലഗ് കുത്താനുള്ളത് അത് നമ്മൾ പിടിപ്പിച്ചു. ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇലക്ട്രിക് ഷോപ്പിൽ പോയിട്ട് നമ്മളിത് ആ ചേട്ടനെ കൊണ്ട് പറഞ്ഞ് സെറ്റ് ചെയ്തെടുത്തു. അല്ലെങ്കിൽ നമ്മൾ ആ 300 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരില്ലേ. അപ്പം നമ്മളവിടെ ഒരു 150 രൂപ അതിന് നമ്മൾ ലാഭിച്ചു. നല്ല ഭംഗിയായിരിക്കും, വൈറ്റല്ലേ. അങ്ങനെ നമ്മൾ ആ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മുടെ മേൽക്കൂര ഉണ്ടല്ലോ അതിന് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പം അതിൻ്റെ അടിയിലൊരു സ്റ്റിക്കറുണ്ട്, അതങ്ങ് പൊളിച്ച് കളഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒട്ടിക്കാനുള്ള സിമ്പിളാണ്. എന്ത് ഭംഗിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ എത്ര സന്തോഷമാവും. ഞാൻ പറയണു എല്ലാ വീട്ടിലും നമ്മൾ ഇതുപോലെ ഒരെണ്ണം ശരിക്കും അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പട്ടീനെ വളർത്താൻ, ഒരു പൂച്ചേനെ വളർത്താനൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലമൊക്കെ വേണം. ഇതിപ്പോൾ ഒട്ടും സ്ഥലമില്ലാത്തൊരു വീടാണെങ്കിലും, ഇപ്പം ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു 3.5 സെൻറ്റ് സ്ഥലത്തിലുള്ള വീടാണ്. അപ്പോൾ നമുക്ക് പട്ടീനെയോ പൂച്ചേനെയോ ഒക്കെ വളർത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഹൈജീനിക് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും.
അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പെറ്റിനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് 2 പേർക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണം അങ്ങോട്ട് സെറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തത്. അപ്പം നമ്മുടെ അക്വേറിയം അങ്ങനെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പം ഷീറ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. 2 സൈഡാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ അതൊന്ന് മാറ്റി വേണമെങ്കിൽ ഇത് നമുക്ക് അപ്പുറത്തേക്ക് ആക്കി ഒട്ടിക്കാം. 50 രൂപ ഇതിന്. ഇപ്പം നമ്മൾ വാങ്ങിച്ചേക്കണ 2 അടിയാണ് നമ്മൾ വാങ്ങിച്ചത്. അതിന് നമുക്ക് 50 രൂപയാണ് ചിലവായത്. പിന്നെ ആ മേൽക്കൂരയുടെ പറഞ്ഞില്ലേ, അതിന് 350 രൂപയായിരുന്നു കേട്ടോ. 400 രൂപയായില്ല അതിന്, 350 രൂപയാണ് ആയത്. അപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ, നമ്മൾ ആ സ്റ്റാൻഡിൽ, ഇപ്പം നമ്മൾ സ്റ്റാൻഡ് കാണിച്ചില്ലേ, അപ്പോൾ സ്റ്റാൻഡിൽ വെക്കുന്നതിന് മുമ്പ് അതിന് സേഫ് സീറ്റിംഗ് കൊടുക്കണ്ടേ. അതിന് നമ്മൾ ഒരു തെർമോക്കോൾ ഷീറ്റ് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കണം, ഇതിൻ്റെ അതേ വലിപ്പത്തിൽ. അപ്പോൾ അതിനൊരു സേഫ് സീറ്റിംഗ് കിട്ടും. അങ്ങനെ നമ്മുടെ അക്വേറിയം നമ്മൾ സ്റ്റാൻഡിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ തെർമോക്കോളാണ് നമ്മളതിൻ്റെ 2ൻ്റെ നടുക്കായിട്ട് നമ്മൾ വെച്ചിരുന്നത് സേഫ് സീറ്റിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നോക്കൂ, നമ്മുടെ സ്റ്റാൻഡ് അപ്പോൾ അതിൻ്റെ മീതയിൽ. ഇതിപ്പോൾ അക്വേറിയത്തിൻ്റെ ഉസ്താദ്മാരൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും വേണ്ടിയല്ല, നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യില്ല ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ വെക്കാമെന്ന്. ഇതൊന്നും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഉസ്താദ്മാരുണ്ടെങ്കിൽ ക്ഷമിക്കണം, അവർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയായിരിക്കും. നമ്മൾ തന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ ഇടുന്നതാണ്. ഒരു സന്തോഷമല്ലേ കുട്ടികൾക്ക്, നമ്മളിത് വീട്ടിൽ തന്നെ അവർക്ക് ചെയ്തു കൊടുത്താൽ. 2 പേരും ക്ലാസ്സിൽ പോയിരിക്കുന്നതാണ്, അപ്പോൾ ആ സമയത്ത് ഞങ്ങളിത് ചെയ്യണത്. അപ്പം നമ്മൾ നമ്മുടെ കല്ല് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 5 കിലോ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത് ഒരു വശത്തേക്ക് നമ്മൾ സ്ലോപ്പ് ഇട്ടു. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിൽറ്റർ വെക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. അപ്പം ഈ ഇതിനകത്ത് വരുന്ന വേസ്റ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് വരും. അപ്പം നമുക്ക് അവിടെ വെച്ച് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു സ്ലോപ്പ് ഇട്ടിട്ട് ഇവിടെ ഇത്തിരി പൊക്കത്തിലും ഇങ്ങോട്ട് കണ്ടോ, അങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്നത്. കല്ലിടുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ഇടണം. അങ്ങനെ നമ്മുടെ ആ വലിയ ഉരുളം കല്ലുകൾ നമ്മൾ ഈ സ്ലോപ്പ് ഇങ്ങനെ ഏറ്റവും താഴ്ന്ന സ്ഥലത്തേക്ക് ഒരു സൈഡിലായിട്ട് നമ്മൾ മല പോലെ സെറ്റ് ചെയ്തു. ചെറിയൊരു മല പോലെ ഏറ്റവും കോർണറിലായിട്ട് സെറ്റ് ചെയ്തു. 1/2 കിലോ 50 രൂപയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ കല്ലുകൾ വാങ്ങിച്ചേ. അപ്പം അതെടുത്തിട്ട് നമ്മൾ ചെറിയൊരു ഭംഗിക്ക് ഒരു കളർഫുൾനെസ് ഉണ്ടാവുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ കല്ലുകൾ കുറച്ച് 1/2 കിലോ കുറച്ചേ ഉണ്ടാവുള്ളൂ, കല്ലല്ലേ. അപ്പം അതെടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. നമുക്ക് വെള്ളം നിറയ്ക്കാം. ഇങ്ങനെ നമ്മൾ വെള്ളം നിറയ്ക്കണേ നമ്മുടെ അക്വേറിയത്തിലേക്ക്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, പിള്ളേരെക്കാൾ എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക്. ഭയങ്കര സന്തോഷമല്ലേ നമുക്കങ്ങനെ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് കുറച്ച് അതിഥികൾ വരുന്നതിന്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയേ, വെള്ളം ഫുള്ള് നിറഞ്ഞു. ഭംഗിയില്ലേ കാണാൻ? സൂപ്പറല്ലേ? അപ്പം ഇതാണ് നമ്മൾ അതിനകത്ത് പിടിപ്പിക്കാൻ പോണ മോട്ടർ കേട്ടോ. ഇത് അക്വാ ഗ്രേസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പോൾ നമ്മളിത് പിടിപ്പിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ ഇത് 15 വാട്ടിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് പിടിപ്പിക്കുന്നതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം മാറ്റൽ ഒരു 2-3 മാസം കൂടുമ്പോൾ മതി. അല്ലെങ്കിൽ നമ്മളെപ്പോഴും വെള്ളം മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു മോട്ടർ, ഇപ്പോൾ ഇതിന് 250 രൂപ വിസിബിലിറ്റി പോരാ. അത് നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് മോട്ടർ ഏകദേശം സെൻറ്ററിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. ഇതിൻ്റെ വയറൊക്കെ ഇത് നമ്മൾ കുത്തും. ഇതാണ് പൊസിഷൻ, വെച്ചിരിക്കുന്ന പൊസിഷൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോരോ ഫിഷിനായിട്ട് ഇടുന്നതാണ്. ഗോൾഡ് ഫിഷ് നോക്കിയേ, കണ്ടോ? ഗോൾഡ് ഫിഷ് ഒരു ജോഡി.
ഗോൾഡ് ഫിഷ് ഒരു ജോഡിക്ക് 100 രൂപ കേട്ടോ. ഈ ഗപ്പി, ഇത് ഗപ്പിയാണ്. അത് ഞങ്ങൾ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയപ്പോൾ ഒരു വാവയുടെ 28 കെട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ ആ വീട്ടുകാർ നമുക്ക് തന്നതാണ്. കുറച്ചധികം ഗപ്പി നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ ഒരു അക്വേറിയം വാങ്ങിച്ചങ്ങ് സെറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്. കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് ഭയങ്കര ജീവനാണ് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ വളർത്താൻ ഭയങ്കര ജീവനാണ്. ഓർത്തു എന്നാൽ പിന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഗപ്പി നോക്ക് എത്ര ഭംഗിയാന്ന് നോക്കുക അതിനെ കാണാൻ. ഉണ്ടോ? ഗോൾഡ് ഫിഷിനെ നമ്മൾ വാങ്ങിച്ചു, ജോഡി 100. അതിൻ്റെ വില നോക്കൂ. ഇതാണ് നമ്മുടെ നൈറ്റിൽ നമ്മുടെ അക്വേറിയം കാണാനുള്ള ഭംഗി. നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ അതിനകത്ത് സുഖമായിട്ട് ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. നമ്മളാദ്യം വൈറ്റ് ലൈറ്റല്ലേ വെച്ചിരുന്നത്, അപ്പോൾ അത് ഒരു ഭംഗി തോന്നിയില്ല. അത് മാറ്റി നമ്മൾ ബ്ലൂ ലൈറ്റാണ് ഇപ്പോൾ ഇട്ടേക്കണേ. ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? കുട്ടികൾ വന്ന് കണ്ടപ്പോൾ അവരുടെ സന്തോഷം കാണേണ്ടതായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു, പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഇതാണ് നമ്മുടെ നൈറ്റിൽ നമ്മുടെ അക്വേറിയം കാണാനുള്ള ഭംഗി. സൂപ്പറല്ലേ? ആഹാ, നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തു. കണ്ടോ? ഇതുപോലൊരു കാഴ്ച നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കുമോ? എങ്ങനെയുണ്ട്? നമുക്ക് കിട്ടണ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതെന്തിനും നമ്മൾ വെറുതെ വേണ്ടെന്ന് വയ്ക്കണം. ഗുഡ് നൈറ്റ്. അപ്പോൾ കണ്ടില്ലേ, ഇത്ര സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര ഈസി ആയിട്ടാണ് നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാനതിൻ്റെ ചിലവുകളൊക്കെ ഒന്ന് ചുരുക്കനെ പറയാം കേട്ടോ. അതായത് നമ്മുടെ 2 അടി അക്വേറിയമാണ് നമ്മൾ വാങ്ങിച്ചത്. അതിന് നമുക്കൊരു 600 രൂപയായി. പിന്നെ റൂഫിങ്ങിന് ഒരു 350 രൂപയായി. പിന്നെ അതിലിട്ടിരിക്കുന്ന കല്ല് അതൊരു നമ്മളൊരു 20 രൂപയ്ക്ക് ഒരു 5 കിലോ കല്ലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു 100 രൂപയായി അതിന്. പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ സ്റ്റാൻഡ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിച്ചതാണ്. അപ്പോൾ അതിനൊരു 600 രൂപയായി. അങ്ങനെ എല്ലാം കൂടെ അറൗണ്ട് 2500 ഞാൻ പറയുകയാണ്. എന്നാൽ അത്ര ആയില്ല. ഞാൻ പറയാം, അത്ര നമ്മൾ കുട്ടികൾക്ക് എത്ര കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സർപ്രൈസ് അവർക്ക് കൊടുത്താൽ എത്ര സന്തോഷമായിരിക്കും അവർക്ക്. നമ്മുടെ കുട്ടികളെ കുഞ്ഞിലെ മുതലേ പ്രകൃതിയെ അറിഞ്ഞു വളരട്ടെ. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കൾ അവർക്ക് ചെയ്തു കൊടുക്കാം. അപ്പം ഇത്തരം കാര്യങ്ങളാണ്, എല്ലാം വിശദമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്തിട്ട് പരിചയമുള്ള ആൾക്കാർ ഇനി ഇതിനകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം, പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് എന്തൊക്കെ വേണം, അതൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. ബൈ. വേറൊരു കുഞ്ഞ് സർപ്രൈസ് കാണിച്ചിട്ടെ. ഇതാണ് നല്ല ക്യൂട്ടൊരു സർപ്രൈസ്. ഓക്കെ, നമ്മൾ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അതിനെല്ലാം നമ്മൾ ഈ ബൗളിൻ്റെ ഉള്ളിലാക്കി. സ്വീറ്റ് അല്ലേ? ഇതാണ് ഒരു കുഞ്ഞ് സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം നമ്മളെ കൊണ്ടുവന്ന ആ സമയം കൊണ്ട് കുഞ്ഞു 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 കുറേ ഗപ്പി കുഞ്ഞുങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് സർപ്രൈസ്. ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ് കുട്ടികൾ. ഇവർക്കാണ് ഞങ്ങൾ സർപ്രൈസ് കൊടുത്തത്, ഞങ്ങളുടെ ക്യൂട്ടീസ്. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്?